വോട്ടിന് കോഴ നൽകിയ സംഭവത്തിൽ പാലക്കാട് ബിജെപി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനിൽ നിന്നും ജില്ലാ ആർഡിഒ മൊഴിയെടുത്തു. കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമൊത്താണ് ശോഭാ സുരേന്ദ്രൻ മൊഴി നൽകിയത്. മൊഴിക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറായില്ല. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമനുസരിച്ച് ഗുരുതരമായ കുറ്റകൃത്യമാണ് പാലക്കാട് ബിജെപി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനിൽ നിന്ന് ഉണ്ടായത്. വോട്ടിന് കോഴ നൽകിയത് ദൃശ്യം സഹിതം പിടിക്കപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പാലക്കാട് ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറിൽ നിന്നും വിവരങ്ങൾ തേടി. പ്രാഥമികാന്വേഷണത്തിന് ശേഷം വിശദമായ പരിശോധന വേണമെന്നാണ് കമ്മീഷൻ നിലപാട്. കോഴ നൽകിയ ശോഭാ സുരേന്ദ്രനെ നോട്ടീസ് നൽകി പാലക്കാട് ആർഡിഒ വിളിച്ചുവരുത്തി വിവരങ്ങൾ ആരാഞ്ഞു. പണം കൈമാറിയിട്ടില്ല എന്ന് മൊഴി നൽകിയെന്നാണ് പ്രാഥമിക വിവരം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമനുസരിച്ച് ഗുരുതര കുറ്റകൃത്യമാണ് ശോഭാ സുരേന്ദ്രനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഭാവിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്ക് വരെ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ആർഡിഒയ്ക്ക് മൊഴി നൽകുന്നതിന് മുമ്പ് മുതിർന്ന അഭിഭാഷകരുടെ സഹായം ശോഭ തേടി. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായാണ് ആർഡിഒയ്ക്ക് മുൻപിൽ ശോഭാ സുരേന്ദ്രൻ എത്തിയത്. വോട്ടിനായി സാരി നൽകിയെന്ന പരാതി CPIM നൽകിയിട്ടുണ്ട്. ഇതിൽ കളക്ടർ പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 11-ാം തീയതിക്ക് മുൻപ് റിപ്പോർട്ട് നൽകുവാനാണ് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോഴ നൽകിയ ശോഭാ സുരേന്ദ്രനോട് ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇവരെ വിളിച്ചു വരുത്തും. കൈരളി ന്യൂസ്, പാലക്കാട്.